എറണാകുളത്ത് SFI പ്രവർത്തകൻ മഹാത്മാഗാന്ധിയെ അപമാനിച്ചതായി പരാതി എന്ന ഒരു വാർത്ത വന്നിട്ടുണ്ട്. ഈ SFI മുൻ ആലുവ ഏരിയ കമ്മിറ്റി അംഗം ആദിൻ നാസറിനെതിരെയാണ് പരാതി. എടത്തല പോലീസിൽ KSU ആണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. ചൂണ്ടി ഭാരത് മാതാ ലോ കോളേജിലെ ഗാന്ധി പ്രതിമയിൽ കൂളിംഗ് ഗ്ലാസ് വെച്ച് വീഡിയോ ചിത്രീകരിച്ചെന്നാണ് പരാതി. ലോ കോളേജ് വിദ്യാർത്ഥിയാണ് ഈ ആദിൻ നാസർ. ഈ സംഭവം ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പാണ് നടക്കുന്നത്. എനിക്ക് തോന്നുന്നു ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി കാണുമ്പോൾ ആ ചെറുപ്പക്കാരൻ്റെ ആ പ്രതികരണവും അതിനകത്ത് കേൾക്കാമെന്ന് തോന്നുന്നു. ഗാന്ധിജി എന്തായാലും മരിച്ചയാളല്ലേ എന്ന പരിഹാസത്തോടെ എന്ന പരാമർശത്തോടെയുമൊക്കെയാണ് ഇയാൾ ഈ വീഡിയോ ചിത്രീകരിക്കുന്നത്. ഇൻസ്റ്റാഗ്രാം ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങളിൽ ഇയാളിത് ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും KSU ആണ് ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകിയത്. ഇയാൾക്കെതിരെ കേസെടുക്കുമെന്നാണ് നിലവിൽ എടത്തല പോലീസ് അറിയിച്ചിരിക്കുന്നത് എന്നതാണ് വാർത്ത. എനിക്ക് തോന്നുന്നു ഒന്നാമത്തെ കാര്യം ഇയാളൊരു ലോ കോളേജ് വിദ്യാർത്ഥിയാണ് എന്നുള്ളത് ഒരു ചെറുപ്പക്കാരൻ പയ്യൻ അല്ല ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊരു നമ്മൾ എത്രയോ ചെറിയ ക്ലാസ്സുകളിൽ തൊട്ട് തന്നെ നമ്മൾ ഈ പ്രത്യേകിച്ച് ഈ ശിശുദിനത്തിൻ്റെയൊക്കെ ദിവസം വളരെ മനോഹരമായൊരു കാഴ്ചയാണ്. ഈ കുട്ടികൾ തലയിൽ പപ്പടമൊക്കെ ഒട്ടിച്ച് ഒരു വടിയൊക്കെ പിടിച്ച് ഗാന്ധിജി ശിശുദിനത്തിൽ ശിശുദിന ഘോഷയാത്രയിൽ നെഹ്റു ആണ് കൂടുതലും വരിക. പക്ഷെ അവരുടെയൊക്കെ ഒരു സമകാലീനം എന്നുള്ള നിലയ്ക്കും ഒരേ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചവരെന്നുള്ള നിലയ്ക്കും ഗാന്ധിജി വേഷങ്ങളൊക്കെ കാണാറുണ്ട്. പക്ഷെ ഗാന്ധി ജയന്തി ദിനത്തിൽ ഗാന്ധിജിയെപ്പറ്റി നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതെ, നമ്മുടെ രാഷ്ട്രപിതാവ് ആയ മഹാത്മാഗാന്ധിയെക്കുറിച്ച് നമ്മുടെ ചെറിയ പ്രായത്തിൽ തൊട്ടേ തന്നെ പഠിക്കുന്നതാണ്. ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട് ഈ മഹാത്മാഗാന്ധിയുടെ സത്യസന്ധതയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ കെറ്റിൽ എന്ന് പറയുന്ന സ്പെല്ലിങ് അടുത്തിരിക്കുന്ന ആളുടെ ഇത് നോക്കി എഴുതൂ എന്ന് പറയുമ്പോൾ പോലും അങ്ങനെ ചെയ്യാത്ത ഒരാൾ. അത്രയ്ക്ക് സ്വാഭാവികമായും നമ്മുടെ അതുകൊണ്ടൊക്കെയാണല്ലോ മഹാത്മാഗാന്ധി ആകാൻ സാധിച്ചത്. വള്ളത്തോളിന്റെ കവിത ഉണ്ടല്ലോ, എൻ്റെ ഗുരുനാഥൻ എന്ന് പറയുന്നത് ദേവന്റെ ദയാവായ്പും സാക്ഷാൽ കൃഷ്ണനാം ഭഗവാന്റെ ധർമ്മരക്ഷോപായവും ബുദ്ധന്റെ അഹിംസയും അങ്ങനെ പല പല പ്രാഗൽഭ്യങ്ങൾ ഒന്നിച്ചു ചേർന്നിട്ട് പല കാര്യങ്ങൾ പറയുന്നുണ്ട്. സർവ്വതും ഒരാളിൽ ചേർന്ന് കാണണമെങ്കിൽ ചെല്ലുവിൻ ഭവാന്മാരൻ ഗുരുവിൻ നികടത്തിൽ അല്ലായെങ്കിൽ അവിടത്തെ ചരിത്രം വായിക്കുവിൻ. ഈ ചരിത്രം വായിക്കാൻ ഈ SFIക്കാരൻ പയ്യന് പറ്റിയില്ല എന്നുള്ളതാണ് ഇയാൾക്ക് പറ്റിപ്പോയൊരു കുഴപ്പം. അല്ലേ, അത് മാത്രമല്ല അയാളൊരു നിയമ വിദ്യാർത്ഥി കൂടിയാണ് എന്നുള്ളതാണ്. സ്വാഭാവികമായും ഒരു സോഷ്യൽ സ്റ്റഡീസ് അല്ലെങ്കിൽ ഒരു ഹ്യൂമാനിറ്റീസ് ഒക്കെ പഠിക്കുന്ന ആളുകൾക്കായിരിക്കുമല്ലോ, അങ്ങനത്തെ കുട്ടികൾക്കായിരിക്കുമല്ലോ കൂടുതലായും അവരായിരിക്കുമല്ലോ വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഈ ഗാന്ധിജിയെക്കുറിച്ചോ അല്ലെങ്കിൽ നെഹ്റുവിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരെക്കുറിച്ച് നമ്മുടെ ഭരണഘടനയെക്കുറിച്ചൊക്കെ കൂടുതൽ ആഴത്തിലും പരപ്പിലും മനസ്സിലാക്കുന്നത്. നിർബന്ധമില്ല എങ്കിലും സാധ്യതയും സാഹചര്യവും ഇവർക്കാണ് കൂടുതൽ. അങ്ങനെയുള്ള ഒരാൾ ഒരു കൂളിംഗ് ഗ്ലാസ് മഹാത്മാഗാന്ധിയുടെ പ്രതിമയിൽ വെച്ചു കൊടുത്ത ശേഷം എന്തായാലും ഗാന്ധിജി മരിച്ച ആളല്ലേ എന്ന് പറഞ്ഞ്, അത് മാത്രമല്ല മരിച്ച ആളല്ലേ എന്ന് ചോദിക്കുമ്പം ഈ പയ്യൻ അറിയില്ല ഇയാൾ എങ്ങനെ മരിച്ചു, ഇദ്ദേഹം എന്തിനു വേണ്ടി മരിച്ചു എന്നും ഇദ്ദേഹത്തിന് ഈ പയ്യന് ഇതുവരെ മനസ്സിലായിട്ടില്ല. SFIയുടെ ക്ലാസ്സിൽ ഇതുവരെ അത് പറഞ്ഞു കൊടുത്തിട്ടില്ല എന്നുള്ള ചോദ്യമാണ് ഉന്നയിക്കേണ്ടത്. പക്ഷേ ഇത് SFIയെ അടച്ചാക്ഷേപിക്കാനൊന്നും ഈ വിഷയത്തിൽ ഞാൻ തയ്യാറല്ല. ഒരുപക്ഷെ പണ്ടൊരു സംഘപരിവാർ നേതാവ് TV ചാനൽ ചർച്ചയ്ക്കകത്തിരുന്ന് ചോദിച്ചിട്ടുണ്ട്, ഗാന്ധിജിയെ ചെറുതായിട്ടൊന്ന് വെടിവെച്ച് കൊന്നതാണല്ലോ നിങ്ങൾ ഈ പറയുന്നത്, അങ്ങനെ ഗാന്ധിജിയെ ചെറുതായിട്ട് വെടിവെച്ചു വന്ന കക്ഷികളുണ്ട് ഇവിടെ എന്നതുപോലെ പലതരം കൊലപ്പെടുത്തലുകളാണ് ഗാന്ധിജിക്കെതിരെ അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ടും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഏത് തരത്തിലേക്കാണ് നമ്മുടെ ഒരു സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൻ്റെ അവബോധത്തെ നമ്മൾ കൊണ്ടുപോയിരിക്കുന്നത് ഇക്കാലം കൊണ്ട് എന്നുകൂടി മനസ്സിലാക്കേണ്ടത് ഒരു കാര്യമാണ്. ഒരുപക്ഷെ ഒരു സംഘപരിവാറുകാരൻ അങ്ങനെ ചോദിക്കുന്നതിൽ എനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല. പക്ഷേ ചരിത്രം പഠിക്കുന്നവരെന്ന് അവകാശപ്പെടുന്നവരാണ് SFIക്കാരും. പ്രത്യേകിച്ചും ചെറുപ്പക്കാരിൽ വലിയ വിജ്ഞാന തൃഷ്ണ വളർത്തുന്നവരും വലിയ ധാർമ്മിക ബോധം ഉണ്ടാക്കുന്നവരുമാണെന്നൊക്കെയാണ് അവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഗാന്ധിജിയെ മരിച്ചുപോയ ഒരാളായതുകൊണ്ട് ഒരു കൂളിംഗ് ഗ്ലാസും വെച്ചൊരു മാലയിട്ട് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ എടുത്തിടാൻ അവരുടെ ധാർമ്മിക ബോധം എങ്ങനെ പോകുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു അത്ഭുതം തോന്നുകയാണ്. പക്ഷേ എന്താ പറയുക, നമ്മൾ സിനിമയിൽ പറയും, പക്ഷെ വകതിരിവ് അത് തീരെ ഇല്ല എന്ന് പറയുന്നത് പോലെയാണ്. ശങ്കരാടി സകലകലാവല്ലഭൻ വട്ടപൂജ്യം എന്ന് പറയുന്നത് പോലെയാണ്. എനിക്ക് തോന്നുന്നു അയാൾ ആ ദൃശ്യങ്ങൾ എടുക്കുമ്പോൾ അതിൽ മറ്റ് ചില കുട്ടികൾ സഹപാഠികളോ സുഹൃത്തുക്കളോ ഒക്കെ ആകാമെന്ന് തോന്നുന്നു.
പലരിൽ നിന്ന് ചിരിക്കുകയും അവർക്ക് ഇതിന്റെ ഒരു ഗൗരവം അതെ ഗൗരവം മനസ്സിലായി. നല്ല ശിക്ഷണം ഉണ്ടാകാത്തതിന്റെ പ്രശ്നമാണത്. ഈ പറഞ്ഞ പോലെ വളർത്തുദോഷം എന്നൊക്കെ പറയും. ഇവിടെ ഇപ്പം SFIക്കാരനെ വളർത്തുന്ന ആരാണ്? അച്ഛനുമ്മയും വളർത്തിയെന്നല്ല ഞാൻ പറയുന്നത്, അച്ഛനുമ്മയും കൂടെ അത് വളർത്തേണ്ടതാണ്. ഗാന്ധിജി ആരാണെന്ന് ആദ്യം പഠിപ്പിക്കേണ്ടതാണ്. നമ്മുടെ പല പല ദൈവങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ നമ്മുടെ വീടുകളിൽ പറഞ്ഞു കൊടുക്കും. നമുക്ക് ഇത്രയും ദൈവങ്ങളുണ്ട്, മറ്റേ അവർക്ക് ആ ദൈവം, ഇവർക്ക് ഈ ദൈവം, എല്ലാവരും അവനവൻ്റെ ദൈവങ്ങളെക്കുറിച്ചൊക്കെ വലിയ ഘനത്തിൽ പറയും. പക്ഷേ ഗാന്ധിജി ആരാന്ന് പറഞ്ഞു കൊടുക്കാൻ ഇന്ത്യയിലെ അച്ഛനമ്മമാർക്ക് പറ്റിയില്ലെങ്കിൽ അതിനെ വളർത്തുദോഷം എന്ന് പറയാം. ഇനി അതിനപ്പുറത്ത് ഇവർ കൊണ്ടുപോകുന്ന സംഘടന, ഇവരെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കുകയല്ലേ സംഘടന. ഈ എന്താണ്, മറ്റ് സമരങ്ങൾക്കും കല്ലെറിയാനും പോലീസ് സ്റ്റേഷൻ പ്രശ്നങ്ങൾക്ക് പോകാനും സിന്ദാബാദ് വിളിക്കാനും ഒക്കെ പോകുന്ന കൂട്ടത്തിൽ ഇത് ഗാന്ധിജിയാണെന്നും നോട്ടിൽ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സ്ഥാനമെന്നും അദ്ദേഹം നോട്ടിലിരിക്കുന്നത് എന്ത് കാരണം കൊണ്ടാണെന്നും കൂടെ അത് SFI എന്ന് മാത്രമല്ല എല്ലാ സംഘടനയും അത് പറഞ്ഞ് പഠിപ്പിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലുള്ള കാഴ്ചകൾ സംഭവിക്കും. ഈ പറഞ്ഞതുപോലെ ഗാന്ധിജിയെ ഒക്കെ അപമാനിക്കുന്ന വിഷയമാകുന്ന സമയത്ത് പക്ഷേ ജാതി മത ഭേദമന്യേ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഈ പറഞ്ഞ ആളിൻ്റെ വളർത്തുദോഷത്തെ പറ്റിയൊക്കെ സംസാരിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇതിനും. കാര്യം ഗാന്ധിജിയെ നമ്മൾ ആദ്യം അറിയേണ്ടതാണ്. നമ്മൾ അച്ഛനെയും അമ്മയും ഒക്കെ അറിയും പോലെ ഈ രാഷ്ട്രപിതാവിനെ അറിയണം. എത്രയോ 2 നൂറ്റാണ്ടുകൾ നമ്മൾ ഇവിടെ നടത്തിയ സമരം മാത്രമല്ല, നമ്മൾ സഹിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ രാജ്യക്കാരെന്നുള്ള നിലയ്ക്ക്. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം ഏറ്റവും കൂടുതൽ റിസോഴ്സസ് കൊണ്ടുപോയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇവിടെ ഉണ്ടാക്കിയ ഭിന്നിപ്പുകൾ വലുതാണ്. ഒരുപക്ഷെ ഇവിടെ ഈ ജാതി മതങ്ങൾ തമ്മിലുള്ള ഭിന്നിപ്പുകൾ ഉണ്ടാക്കിയത് അവരാണ്. ഇവിടെ ലൈംഗികതയിൽ സദാചാരബോധം കുത്തിക്കയറ്റി മനുഷ്യനെ ഭിന്നിപ്പിച്ചത് ബ്രിട്ടീഷുകാരാണ്. ഇങ്ങനെയൊക്കെ ഉള്ള വലിയ പീഡനങ്ങളും താടനങ്ങളും ഇന്ത്യൻ സമൂഹത്തിൽ ഏൽപ്പിച്ച് ഒടുവിൽ അവരിവിടെ എക്കാലവും ഭരിച്ചേക്കും എന്ന് നമ്മൾ കരുതിപ്പോയൊരു കാലത്ത് ഗാന്ധിജിയും നെഹ്റുവും പിന്നെ അതിന് മുമ്പേ ഉള്ള കുറേ മനുഷ്യരും അതിനുശേഷം വന്ന ആൾക്കാരും ഒപ്പം നിന്നവരും എല്ലാവരും കൂടെ ചേർന്ന് ഇവിടെ നടത്തിയ സമരങ്ങളും ഒടുവിൽ ഗാന്ധിജി ഉണ്ണാവൃതം ഇരുന്നുണ്ടാക്കിയതും കൂടെയാണ്. അഹിംസയും ഉണ്ണാവൃതവും കൂടെ ഇരുന്നുണ്ടാക്കിയതും കൂടെയാണ് നമ്മുടെ സ്വാതന്ത്ര്യം. ഗാന്ധിജിക്കാണ് ഏറ്റവും വലിയ പങ്കതിലുള്ളത് എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ രാഷ്ട്രപിതാവായി നമ്മളിപ്പോഴും കാണുകയും അങ്ങനെ ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത്. ഇങ്ങനൊരു മനുഷ്യൻ ജീവിച്ചിരുന്നോ എന്ന് ഒരിക്കൽ ലോകം സംശയിക്കും എന്ന ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന മഹാനായ ശാസ്ത്രജ്ഞൻ അദ്ദേഹം പറഞ്ഞത് ഗാന്ധിജിയെ പറ്റിയാണ്. ഇങ്ങനെ ചില കാര്യങ്ങളും കൂടെ ഈ നാട്ടിൽ സംഭവിച്ചിട്ടുണ്ട്. അന്ന് അവരൊക്കെ വിളിച്ച മുദ്രാവാക്യങ്ങളും അവർ ഉണ്ണാവൃതം ഇരുന്നപ്പോൾ അവരുടെ കുടൽ ചുരുങ്ങിപ്പോയതും അവർ പട്ടിണിയായതും അവർ വീർത്തതും അവർ നാടൊട്ടുക്ക് നടന്നതും ഒക്കെ കൊണ്ടാണ് ഇന്ന് നമ്മളിപ്പോൾ ഇവിടെ ഈ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത്. അതിനുശേഷമാണ് ഇന്ത്യക്ക് ഒരു ഭരണഘടന ഉണ്ടാകുന്നത്. അന്നത്തെ പ്രമുഖരെല്ലാം കൂടെ ചേർന്നിട്ട് ഡോക്ടർ BR അംബേദ്കറിൻ്റെ നേതൃത്വത്തിൽ വർഷങ്ങളോളം എടുത്ത് തയ്യാറാക്കിയ ഭരണഘടന ഉണ്ടാകുന്നത്. ഇതിൻ്റെയൊക്കെ ഏറ്റവും വലിയ അടിത്തറകളിലൊന്ന് നെടും തൂണ എന്ന് പറയുന്നത് ഗാന്ധിജിയാണ്. ലോകം മുഴുവൻ ആരാധിക്കുന്ന മനുഷ്യനാണ് ഗാന്ധിജി. അപ്പോൾ അദ്ദേഹത്തെ ഇപ്പോൾ ഈ ചെയ്തത് തെറ്റ്, കേസെടുക്കും. പക്ഷെ അതല്ലല്ലോ പ്രശ്നം. നാളെ ഒരാളും ഇത് ചെയ്യരുത്. അദ്ദേഹം ഈ രാജ്യത്തെ സൃഷ്ടിച്ച പ്രമുഖരിലൊന്നാണ്. അത് ഓർമ്മ വേണം എന്ന് മാത്രമാണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.